വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരമാണ് അജു വർഗീസ്. കരിയറിന്റെ തുടക്കത്തിൽ കോമഡി വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ട താരം 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്ന ചിത്രത്തിലൂടെ ട്രാക്ക് മാറ്റുകയായിരുന്നു. ചിത്രത്തിലെ SI രതീഷ് എന്ന കഥാപാത്രത്തിലൂടെയാണ് സീരിയസ് വേഷങ്ങളും തനിക്ക് ചേരുമെന്ന് അജു തെളിയിച്ചു. ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി നവാഗതനായ ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് 2015 പുറത്തിറങ്ങിയ ചിത്രമാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ധ്യാനിനൊപ്പം അജു വർഗീസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഹൊറർ കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അടി കപ്പ്യാരെ കൂട്ടമണി. രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിയാണ് ചിത്രം അവസാനിച്ചത്. എന്നാൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് അജു വർഗീസ്. അടി കപ്പ്യാരെ കൂട്ടമണിയുടെ രണ്ടാം ഭാഗത്തിനെ പറ്റി എനിക്കറിയില്ല. ധ്യാൻ അങ്ങനെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ. എന്നെ ആരും ആ പ്രൊജക്റ്റിലേക്ക് വിളിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോഴത്തെ എന്റെ രൂപത്തിൽ ആ സിനിമയിലെ ക്യാരക്ടറിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രണ്ടാം ഭാഗമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉണ്ടാകില്ല. എനിക്കും മറ്റു പലർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ് അടി കപ്പ്യാരെ കൂട്ടമണി. ഇത്രയും വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വേണ്ട എന്നാണ് എന്റെ ആഗ്രഹം. എന്നെ വിളിച്ചാലും ഞാൻ പോകില്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയൂ, അജു വർഗീസ് പറയുന്നു.